ശക്തമായ വേനൽ മഴയിൽ ഉപ്പുതറ ചീന്തലാർ പുതുക്കടയിൽ ലയമുറികൾ തകർന്നു. മഴയോടൊപ്പമുണ്ടായ ശക്തമായ ഇടിമിന്നലേറ്റാണ് 3 കുടുംബങ്ങളുടെ ലയമുറികൾ തകർന്നത്. പുതുക്കട തേവർ ലയത്തിലെ 3 ലയങ്ങളാണ് തകർന്നു വീണത്. ഇന്നലെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും പുതുക്കട തേവർ ലയത്തിന്റെ മേൽക്കൂര തകർന്നടിച്ചു. തേവർ ലയം ഡിവിഷനിലെ അന്നത്തായി, ദേവരാജ്, അമാവാസി എന്നിവർ താമസിക്കുന്ന ലയമുറികളാണ് തകർന്നടിഞ്ഞത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മഴയോടൊപ്പം ഉണ്ടായ ഇടിമിന്നലേറ്റാണ് ലയമുറികൾ തകർന്നത്. ഇടിവെട്ടി കാറ്റ് ചുഴൽ കാറ്റ് மாதிரி வந்து எல்லாத்தையும் அடிச்சு போச்சு. இடி வெட்டுனல வீட்டுக்குள்ள எங்க வீட்டுக்குள்ள கொஞ்சம் பிள்ளைய வச்சுக்கிட்டு இருக்கும்போது இப்படி காற்று மழையுமா வந்து வீடெல்லாம் இடி வெட்டி அம்மட்டு கொண்டு போயிருச்சு. கொச்சினை வச்சு நடுவுல நிக்கவா ஒண்ணுமே செய்யத்தில்ல. കിടപ്പുമുറിയും അടുക്കളയുമാണ് തകർന്നത്. ആസ്ബറ്റോസ് ഷീറ്റും ഓടും കാറ്റിൽ പറന്നുപോയി. മേൽക്കൂരയും തകർന്നു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലുണ്ടായിരുന്നു. മഴ തുടങ്ങിയപ്പോൾ തന്നെ മുൻവശത്തെ അടച്ചുകെട്ട മുറിയിലേക്ക് മാറിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. സ്വന്തം ചെലവിൽ ഒരാഴ്ച മുമ്പ് ഓടുമാറ്റി ഷീറ്റിടുകയും നവീകരണ പ്രവർത്തനം നടത്തിയ ലയത്തിനാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. അകത്ത് കട്ടിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കാറ്റും മഴ വന്ന് ഇടിവെട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മരിച്ചുപോയി എന്ന് പറഞ്ഞ് ചത്തുപോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഷീറ്റ് മൊത്തം കൊണ്ടുപോയി കാറ്റ് അതുകൊണ്ട് യാതൊരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് സർക്കാർ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഒന്നും ശരിയാക്കി. ലയങ്ങൾ നവീകരിക്കാൻ 2023-24 വർഷങ്ങളിലായി 20 കോടി രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. ചോർന്നൊലിക്കുന്ന ലയങ്ങൾ സ്വന്തമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് തൊഴിലാളികൾ അതിനുള്ളിൽ കഴിഞ്ഞുകൂടുന്നത്. ഇന്നലത്തെ മഴയിൽ 3 കുടുംബങ്ങളുടെ താമസ സ്ഥലമാണ് നഷ്ടമായിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.